ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തുണ്ട്, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് വെനസ്ഡേ ആണ്, ഇന്ന് എൻ്റെ ഒരു ഓഫ് ഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ മോർണിംഗ് ഒരു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റു, ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ നേരെ താഴെ ഇറങ്ങി. നൈറ്റ് ഷിഫ്റ്റും കഴിഞ്ഞ് ഇച്ചായൻ അവിടെ വന്നിരിപ്പുണ്ടായിരുന്നു, പിന്നെ പെപ്പയും ഇച്ചായൻ്റെ കൂടെ കൂടി. അപ്പോൾ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് സെറ്റാക്കണം. അതിനായിട്ട് ഇച്ചായനോട് ചോദിച്ചപ്പോൾ ഇച്ചായൻ പറഞ്ഞത് കുറേ നാളായല്ലോ ചപ്പാത്തി കഴിച്ചിട്ട്, അപ്പോൾ ചപ്പാത്തിയും പരിപ്പറിയും വേണമെന്ന്. അപ്പോൾ ഇത് നമ്മൾ റീസെൻ്റായിട്ട് മേടിച്ചൊരു ഫിൽറ്ററാണ് കേട്ടോ, ജഗ്ഗിൻ്റെ. അപ്പം ഇത് ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ മണി സേവിങ് ആയിട്ട് തോന്നി. കാരണം നമ്മൾ നോർമലി മേടിക്കുന്ന കുപ്പിവെള്ളം ആയതുകൊണ്ട് തന്നെ എപ്പോഴും മേടിക്കേണ്ടി വരും. അപ്പോൾ ഇത് മേടിച്ച് നമ്മൾ പൈപ്പിലെ വെള്ളം ഇങ്ങനെ ഫിൽറ്റർ ചെയ്തെടുത്ത് വെക്കും. അപ്പം നൈറ്റ് നമ്മളങ്ങനെ വെച്ചിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് സാധാ ജഗ്ഗിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഇതിപ്പോൾ ഞാൻ പുട്ടിൻ്റെ മാവ് എടുത്ത കൂട്ടത്തിലാണ് ഞാൻ ഓർത്തത്. ഈ ക്ലിപ്പ് നമ്മൾ ടെമോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് എല്ലാം ഒന്ന് ക്ലിപ്പിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ അതിന് മുമ്പേ തുണിയിലൊക്കെ ഇടുന്ന ക്ലിപ്പില്ല, അങ്ങനെയായിരുന്നു ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയാണ് പറഞ്ഞിരുന്നെങ്കിലും ഞാൻ പുട്ടിൻ്റെ മാവ് എടുത്തിട്ട്, പുട്ടിൻ്റെ തന്നെ നമുക്ക് ഗോതമ്പിൻ്റെ പുട്ടുപൊടി കിട്ടും ഇപ്പോൾ മേടിക്കാനായിട്ട്. ഞാനും ഈ റീസണായിട്ട് അതറിഞ്ഞത്. അപ്പോൾ അതിലില്ല നമ്മുടെ അരിപ്പുട്ട് പൊടിയുടെ തരിതരി ഇല്ല, അതേപോലെ തന്നെ ഗോതമ്പ് പുട്ടുപൊടിക്കും അങ്ങനെ തന്നെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. എന്തായാലും അത് വാങ്ങിച്ച് ഞാൻ ഇട്ടുപോയി. അത് കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഇന്ന് ചപ്പാത്തിയാണല്ലോ പറഞ്ഞതെന്ന് ഓർത്തത്. എനിവേ അത് നാളത്തേക്ക് പുട്ടുപൊടി ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്റ്റോർ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കാണ് ആട്ടാമാവ് തീർന്നു പോയല്ലോ എന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ട് പിന്നെ ഇന്ന് തന്നെ പുട്ടാക്കാമെന്ന് വിചാരിച്ച് പുട്ടെടുത്ത് വെച്ച്. അങ്ങനെ പുട്ടുപൊടി സെറ്റാക്കി കഴിഞ്ഞ് പരിപ്പ് കറി നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത പോലെ തന്നെ പുട്ടിൻ്റെ കൂടെ പരിപ്പ് കറി ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ തലേന്നത്തെ കുറച്ച് ചിക്കൻ കറിയും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് കൂട്ടിയടിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ തീ കത്തിച്ച് നമ്മൾ അടുപ്പിൽ വെച്ചു. പരിപ്പ് ഞാനിങ്ങനെ വെള്ളം ഒഴിച്ച് ജസ്റ്റ് പരിപ്പ് ആദ്യം വേവിച്ചെടുത്തതിന് ശേഷമാണ് നമ്മുടെ ഉള്ളിയൊക്കെ മൂപ്പിച്ചെടുത്തിട്ട് പരിപ്പ് കറി ആക്കി എടുക്കുന്നത്. അതിനിടയ്ക്ക് പെപ്പയ്ക്ക് വേണ്ടിയിട്ടല്ല, ഇവിടെ എല്ലാവരും കഴിക്കും, ഇങ്ങനെ പംകിൻ സീഡ്സും കുറച്ച് മിക്സ്ഡ് നട്ട്സ് ഒക്കെ ഇല്ലേ, അത് മേടിച്ച് വെക്കുമായിരുന്നു. അപ്പം മിക്സ്ഡ് നട്ട്സിൻ്റെ ആ ഒരു ബോക്സ് തീരാറായ സമയത്ത് ഞാൻ ഈ പംകിൻ സീഡ്സും കൂടെ മിക്സാക്കി വെക്കുകയാണ്. അപ്പം എല്ലാം കൂടെ അങ്ങ് കഴിച്ചോളും. ഈ പുക വരുന്നില്ലേ, ഇതിവിടെ എപ്പോഴും പതിവാണ്. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ മറ്റേ ഫോബോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. അപ്പം നമ്മുടെ മറ്റേ നോർമൽ അടുപ്പ് പോലെ അങ്ങനത്തെ അല്ല, ഈ അടുപ്പുണ്ടല്ലോ ഓഫാക്കി കഴിഞ്ഞാലും കുറേ നേരത്തേക്ക് ആ അടുപ്പിൻ്റെ സൈഡിൽ കുറേ ഇങ്ങനെ ചൂട് നിൽക്കും. ആ ചൂടിൽ തന്നെ നമുക്ക് തണുത്തിരിക്കുന്ന ഒരു കറി ചൂടാക്കി എടുക്കാൻ പറ്റും. എന്തായാലും ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ ആ പരിപ്പ് വേവിക്കാൻ വെച്ചില്ലേ, അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ കാഷ്വൽ ടോക്കും. പിന്നെ രാവിലെ വന്ന് ഞാൻ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് ഇത് പതിവുള്ളതാണ്. അപ്പനും മോനും കൂടെ വന്ന് ഇടയ്ക്ക് എൻ്റെ കൂടെ വന്ന് കഥയൊക്കെ പറഞ്ഞ് നിൽക്കാറുണ്ട്. ഷിഫ്റ്റിംഗ് കഴിഞ്ഞ് നല്ല ഡയലുള്ള ദിവസമാണെങ്കിൽ നേരെ പോയി കിടക്കും കേട്ടോ. കിടന്നിട്ട് പറയും എല്ലാം റെഡിയാകുമ്പോൾ എന്നെ വിളിച്ചാൽ മതിയെന്ന്. എനിവേ ഞാൻ ആ ചൂടുള്ള നമ്മുടെ ആ ഒരു ഹോബില്ലേ, ആ ഒരു സ്റ്റൗവിനകത്തോട്ട് നമ്മുടെ ചിക്കൻ കറി ഒന്ന് ചൂടാവാൻ വേണ്ടി എടുത്ത് വെച്ചിട്ട് നമ്മുടെ ഈ പരിപ്പ് കറിക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുമായിരുന്നു. അപ്പോൾ ഈ പരിപ്പ് കറി വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. അപ്പോൾ അതും കൂടെ എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഞാൻ എപ്പോൾ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാലും എൻ്റെ എന്തെങ്കിലും ലൈഫ് റിലേറ്റഡ് ആയിട്ട് എൻ്റെ പപ്പ കയറി വരും. അപ്പോൾ ആ കൂട്ടത്തിൽ കയറി വന്ന ഒരു സംഭവമാണ് കേട്ടോ. ഞാൻ ഈ പരിപ്പ് കറി ഫാനൊന്നും അല്ലായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ പരിപ്പ് കറി ഫാനാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് റീസണും എൻ്റെ പപ്പ തന്നെയായിരുന്നു. പപ്പ ഈ ഗൾഫിൽ നിന്നൊക്കെ വന്ന് നിന്ന സമയത്ത് ഈ പരിപ്പ് കറി ഒരു ദിവസം വീട്ടിലുണ്ടാക്കി. ഞാൻ ഈ പരിപ്പ് കറി ഉള്ള ദിവസങ്ങളിൽ ഞാൻ പരിപ്പ് കറി കൂട്ടാറില്ല, പകരം വീട്ടിൽ മിക്കപ്പോഴും ചിക്കൻ കറി ഉണ്ടാവും. അപ്പോൾ ചിക്കൻ കറിയും കൂട്ടിയാണ് ഞാൻ എന്തെങ്കിലും കഴിക്കുന്നത്. അപ്പോൾ പപ്പ പറഞ്ഞു നീ ഈ പരിപ്പ് കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്, പരിപ്പ് കറി കൊള്ളാമെങ്കിൽ മാത്രം കഴിച്ചാൽ മതി, കൊള്ളത്തില്ലെങ്കിൽ നീ ചിക്കൻ കറിയും കൂടി കഴിച്ചോളെന്ന് പറഞ്ഞിട്ട് എനിക്ക് പരിപ്പ് കറി വെച്ചിട്ട് ചപ്പാത്തിയുടെ വെച്ച് തന്നു. അപ്പം ഞാൻ ചിക്കൻ കറി എടുത്തു, പരിപ്പ് കറി എടുത്തു. അപ്പം എന്തോ എനിക്ക് പപ്പ വെച്ചത് കൊണ്ട് ടേസ്റ്റ് ആണെന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. എനിക്ക് ആ പരിപ്പ് കറിക്ക് ഞാൻ ഭയങ്കര ഫാനായി. അപ്പോൾ എപ്പോഴും ഞാൻ പറയും പപ്പയുടെ പരിപ്പ് കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മമ്മിക്കൊക്കെ അറിയായിരിക്കും. ഞാൻ എപ്പോഴും പറയും പപ്പ വയ്ക്കുന്ന പരിപ്പ് കറിയും പപ്പ വയ്ക്കുന്ന ബീഫും ഒക്കെ സൂപ്പർ ടേസ്റ്റാണ്. എന്തായാലും ഞാൻ പപ്പാനെ പറ്റി കൂടുതൽ സംസാരിക്കുന്നില്ല. പപ്പാനെ പറ്റി എപ്പോൾ സംസാരിച്ചാലും എനിക്ക് സങ്കടം വരും കേട്ടോ. അതുകൊണ്ട് ഞാൻ അതങ്ങ് നിർത്തുക. എന്തായാലും ഞാൻ എൻ്റെ പപ്പ വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പരിപ്പറിക്ക് കൂടുതൽ ഫാനായത്. അത് കഴിഞ്ഞിട്ട് ഞാൻ മമ്മിയോട് പറഞ്ഞു പപ്പ വെക്കുന്ന കണക്ക് ചോദിച്ചു പഠിക്കും. ഇപ്പോൾ പപ്പ വെക്കുന്ന രീതിയിൽ തന്നെ മമ്മി എനിക്ക് വെച്ച് തരാറുണ്ട് കേട്ടോ. ഇച്ചായനും എൻ്റെ മമ്മിയും പപ്പയും വെക്കുന്ന പരിപ്പറി കഴിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കണം ഇച്ചായനും അവിടുത്തെ പരിപ്പറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ വെക്കണമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മമ്മിയോട് ചോദിച്ചിട്ടാണ് പരിപ്പറി ഉണ്ടാക്കിയത്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ചോദിച്ചില്ല, എൻ്റെതായ ഇഷ്ടത്തിൽ ഞാൻ വെച്ചു. ആ പഴയ കണക്ക് വെച്ച ഒരു കോൺഫിഡൻസ് കൊണ്ടായിരിക്കണം. എന്തായാലും അത്ര ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇച്ചായനും ഇഷ്ടപ്പെട്ടു. പക്ഷേ വീട്ടിൽ വെക്കുന്ന അത്ര ടേസ്റ്റ് ഉണ്ടായില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും കുഴപ്പമില്ലായിരുന്നു, ഞങ്ങളൊക്കെ കഴിച്ചു. ഇനി ഞാൻ നിങ്ങളുടെ അടുത്തൊരു സത്യം പറയട്ടെ. ശരിക്കും എൻ്റെ ഈ വീഡിയോ ഉണ്ടല്ലോ, ഞാൻ ഒരാഴ്ചയ്ക്ക് മുമ്പ് എടുത്തു വെച്ച വീഡിയോ. എല്ലാ പ്രാവശ്യവും വീഡിയോ എടുക്കും യൂട്യൂബിന് വേണ്ടിയിട്ട്, പക്ഷേ എഡിറ്റ് ചെയ്യാൻ മാത്രം സമയം കിട്ടാറില്ല. കാരണം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് സൗണ്ട് ഉണ്ടാകുമ്പോഴത്തേക്ക് അതൊരു ഇഷ്യൂ ആകും. കാരണം പ്രത്യേകിച്ച്
ഇപ്പോൾ പെപ്പ വീട്ടിലുണ്ടെങ്കിൽ പെപ്പ മിക്ക സമയം കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ആ കാർട്ടൂണിൻ്റെ വോയിസ് വരുമ്പോഴത്തേക്ക് നമുക്ക് കോപ്പിറൈറ്റ് വരാനോ അങ്ങനത്തെ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, പെപ്പ ഉറങ്ങിയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. പെപ്പ ഉറങ്ങുമ്പോഴോ ഞാനും കിടന്നുറങ്ങിപ്പോവും. ഇതെല്ലാം പോട്ടെ, ജോലിക്ക് പോയി കഴിഞ്ഞാലോ അവിടെ ഇരുന്ന് എന്തായാലും ചെയ്യാൻ പറ്റില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ബ്രേക്ക് ടൈമാണ്. ബ്രേക്ക് ടൈമിന് ചെയ്യാൻ വേണ്ടിയിട്ടെന്നും പറഞ്ഞിട്ട് ഫസ്റ്റ് ഞാനായിരിക്കും ചിലപ്പോഴൊക്കെ ബ്രേക്കിന് ഇറങ്ങുന്നത്. അപ്പോൾ ബ്രേക്ക് ടൈമിന് നമ്മുടെ സ്റ്റാഫ് റൂമിൽ പോയി ഇരിക്കുമ്പോഴത്തേക്ക് ഇത് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഓപ്പണാക്കി വരുമ്പോഴത്തേക്ക് അടുത്ത സ്റ്റാഫ് വരും. പിന്നെ വെറുതെ അവർക്ക് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്യാതെ പോകും. ഇങ്ങനെ പോയാണ് നമ്മുടെ ഇത്രയും ദിവസം നീണ്ട് നമുക്കൊരു വീഡിയോ പോലും ഇടാൻ പറ്റാത്തത്. പിന്നെ എനിക്ക് ജോലി തിരക്കുണ്ടാകും. രാവിലെ 7 മണിക്ക് പോകുന്നതല്ലേ, അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലും നല്ല ജോലി ഉണ്ടാവും വീട്ടിൽ. പെപ്പനെ നോക്കണം. പെപ്പനെ നോക്കുന്നത് തന്നെ അത്യാവശ്യം ജോലിയുണ്ട്. വേറെ ഒന്നുമല്ല, അവന് എപ്പോഴും ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയിരിക്കും. അപ്പോൾ എനിക്ക് സൗണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന സമയത്ത് ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷേ നമുക്ക് ഇവ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. പക്ഷേ അല്ലാണ്ട് വോയിസ് ഓവർ കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് എന്തായാലും നമ്മുടെ വീഡിയോ ഇപ്പം നീണ്ട് പോയിട്ട് ഇതിപ്പോൾ രാത്രി 12:30 ഇരുന്ന് ചെയ്യുന്നതാണ്. എനിവേ പോട്ടെ. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ കുക്കിംഗ് പരിപാടികളൊക്കെ നടക്കുക. ഈ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിയുമ്പോൾ തന്നെ ഒരു സമയമാകും കേട്ടോ. രാവിലത്തെ ഫുഡ് നമ്മൾ രാവിലെ കഴിക്കണമെന്ന് ഉദ്ദേശിച്ചാലും കഴിച്ചു വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു 11 മണി അല്ലെങ്കിൽ 10:30 11 മണിയൊക്കെ അടുപ്പിച്ചാവും. പിന്നെ ഇത് കഴിച്ചിട്ട് ഇച്ചയാകുമ്പോൾ കിടക്കും. ഇച്ചയാകുമ്പോൾ കിടന്നിട്ട് പിന്നെ വൈകിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. കാരണം നൈറ്റ് ഷിഫ്റ്റ് ആണല്ലോ ഇപ്പോൾ. നൈറ്റ് ഷിഫ്റ്റ് ഉള്ളത് കൊണ്ട് പുള്ളി ഉച്ചയ്ക്കത്തെ ഫുഡും രാവിലത്തെ ഫുഡും കൂടെ ഒരു മിഡിൽ ടൈം പോലെ കഴിച്ചിട്ടാണ് പോയി കിടക്കുന്നത്. ഇച്ചായൻ കിടക്കാൻ കയറുമ്പോൾ ഞങ്ങളും കിടക്കാൻ കയറും. ഞാനും പെപ്പയും കൂടെ പോവും. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ കിടന്നുറങ്ങും. ഇതിനിടയ്ക്ക് വെച്ചിട്ട് ഞാനൊന്ന് ചെറുതായിട്ട് കണ്ണു തുറക്കും. ഒരു ഉച്ച സമയമൊക്കെ ആകും. കാരണം എന്തായാലും അപ്പനും മോനും എണീറ്റ് വരുമ്പോൾ പിന്നെ ഒരു സമയമാവും. പിന്നെ എൻ്റെ ഇടയ്ക്ക് ഫസ്റ്റ് എണീക്കുന്ന എന്ത് വന്നാലും പെപ്പയായിരിക്കും കേട്ടോ. ഇച്ചാനാണെങ്കിൽ ജോലിക്ക് പോകുന്നതിന് തൊട്ട് കുറച്ച് മുമ്പാണ് എണീക്കുന്നത്. കാരണം നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ പിന്നെ ഉറക്കം വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഫസ്റ്റ് പെപ്പ എണീറ്റ് വന്നു കഴിയുമ്പോൾ പിന്നെ കുറച്ച് ചിണുക്കം കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവൻ എന്തെങ്കിലും ഫുഡ് വേണമെങ്കിൽ കൊടുക്കും, അല്ലെങ്കിൽ ഡ്രിങ്ക്സ് എന്തെങ്കിലും കൊടുക്കും. പിന്നെ ചിലപ്പോൾ അതൊന്നും കഴിച്ചില്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് എങ്കിലും അവൻ കഴിക്കും. പിന്നെ ശരിക്കും ഫുഡ് കഴിക്കുന്നത് പപ്പ എണീറ്റിട്ട് ടോയ്ലറ്റിലെല്ലാം പോയി വന്നു കഴിഞ്ഞതിന് ശേഷം പപ്പ ഇരിക്കുമ്പോഴത്തേക്ക് പെപ്പ ഇരുന്ന് ഫുഡ് കഴിക്കും. അതല്ല പപ്പയ്ക്ക് കഴിക്കാൻ പറ്റില്ലെങ്കിൽ പപ്പയ്ക്ക് വാരി കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പെപ്പയും കഴിക്കും. ഇങ്ങനെയാണ് കഴിക്കാറ്. ഇതൊക്കെ എനിക്ക് ഓഫ് ഡേ ഉള്ള സമയത്ത് നടക്കാറുള്ളൂ. ഓഫ് ഡേ ഇല്ലാത്തപ്പോഴും ഇതിൻ്റെ രീതികളെല്ലാം മാറും. പിന്നെ അവരുടെ ലോകമായി ഞാൻ വരുന്നവരെ. എന്തായാലും നമ്മുടെ കുക്കിങ്ങിൻ്റെ ഇൻ ബിറ്റ്വീൻ പപ്പ വരുന്നുണ്ട്, പെപ്പ വരുന്നുണ്ട്, അവരുടെ കുരുത്തക്കേട് നടക്കുന്നുണ്ട്. ഇച്ചാൻ വന്നൊരു സജഷൻസ് പറയും. ഞാൻ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വന്നിട്ട് പറയും, അത് ശരിയായിട്ടില്ല. കണ്ടിട്ട് പറയും, ഇത് ശരിയായിട്ടില്ല, അങ്ങനെ ശരിയായിട്ടില്ല, ഇങ്ങനെ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്നുള്ള രീതിയിൽ. ഇനിവേ എൻ്റെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് പെപ്പയ്ക്കും പപ്പയ്ക്കും വേണ്ടിയിട്ട് ടേബിളൊക്കെ അറേഞ്ച് ചെയ്ത് സെറ്റാക്കിയിട്ട് വേണം ഇനി നമുക്ക് കഴിക്കാൻ. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുമുണ്ട്. ഒരു കാര്യം പറയട്ടെ, ഈ പാത്രത്തിനെ പറ്റി എനിക്ക് കുറച്ച് അധികം സംസാരിക്കാനുണ്ട് കേട്ടോ. ഞാൻ ആക്ച്വലി വീഡിയോ എടുത്തത്, പക്ഷെ എനിക്ക് അത് ചില പാർട്സ് എൻ്റെ കയ്യിൽ നിന്ന് അൺഫോർച്ചുനേറ്റ്ലി ഡിലീറ്റായിപ്പോയി. എനിവേ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പെപ്പയാണെങ്കിൽ ബോൾ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ബോള് ഫുഡ് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഇടുന്നതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അവനെ കൊണ്ട് തന്നെ പറഞ്ഞെടുപ്പിച്ച് കഴിഞ്ഞാൽ അതങ്ങനെ അങ്ങ് പോവും. പിന്നെ പറയുന്നതൊക്കെ ഇപ്പോൾ കേൾക്കാറുണ്ട്. കുറച്ചാൾ മുമ്പ് വരെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നെങ്കിലും ഇപ്പോൾ കൊച്ച് നല്ല കൊച്ചാണ്. ഇപ്പം മമ്മിയും പപ്പയും പറയുന്നതൊക്കെ കേൾക്കാറുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ ഇച്ചാനൊന്ന് മുകളിലോട്ട് പോയപ്പം ഇച്ചാനെ വിളിക്കാനായിട്ട് ഞാനും പെപ്പയും കൂടെ ഒന്ന് മുകളിലോട്ട് പോയി. പക്ഷേ ഞങ്ങളെക്കാട്ടി മുമ്പേ ഇച്ചാൻ താഴെ ഇറങ്ങി വന്നായിരുന്നു കേട്ടോ. അങ്ങനെ പുള്ളി അടുക്കളയിൽ പോയി. ഞങ്ങൾ പിന്നെ തിരിച്ച് വന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതാണ് എൻ്റെ ഓഫ് ഡേയ്സിൽ ഞാൻ മിക്കപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ. എനിവേ നമ്മുടെ വീഡിയോ ഇടാൻ താമസിച്ചതിന് സോറി. ഞാൻ മാക്സിമം വീഡിയോസ് പ്രോപ്പറായിട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. ടേക്ക് കെയർ.